നമ്മൾ തേങ്ങയ്ക്ക് മച്ചിങ്ങൊന്ന് കൊഴിഞ്ഞ് പോവാണ്ട് നല്ല കാമ്പുള്ള നാളികേരം കിട്ടുക, അതായത് നല്ല വെയിറ്റുള്ള നാളികേരം, ഉള്ളു തൂർന്ന നാളികേരം കിട്ടാനായിട്ട് നമ്മൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് നമ്മുടെ വീട്ടിലുള്ള ഓർഗാനിക് വളമാണ്. ഒറ്റ മച്ചിങ്ങ പോലും കൊഴിഞ്ഞു പോവാണ്ട് നല്ല വെയിറ്റുള്ള നാളികേരം കിട്ടും. അതുപോലെ തന്നെ ചകിരിയൊക്കെ വളരെ കനം കുറഞ്ഞതാവും. കൃഷി ചെയ്യുമ്പോഴായാലും വീട്ടാവശ്യത്തിനായാലും നല്ല എണ്ണം നാളികേരമായിട്ട് മാറിക്കിട്ടും. നല്ല കാമ്പും അതുപോലെ തന്നെ നല്ല ഉള്ളുള്ള നാളികേരം എന്ന് പറയില്ല, അങ്ങനെ കിട്ടും. ഇത് നമ്മുടെ വീട്ടിലെ നാടൻ തെങ്ങും തൈയാണ്. അപ്പോൾ ആ നാടൻ തെങ്ങും തൈ വെച്ചിട്ട് ഇത് ആദ്യമായിട്ടാണ് പൂക്കൊല വിരിഞ്ഞുള്ളത്. നല്ല കടവണ്ണൊക്കെ വന്നിട്ടുണ്ട്. തെങ്ങും തൈ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തെങ്ങും തൈയിൽ മച്ചിങ്ങൊന്നും കൊഴിഞ്ഞു പോവാണ്ട്, പൂക്കൊല വിരിയുമ്പോഴാണല്ലോ മച്ചിങ്ങൊക്കെ കൊഴിഞ്ഞു പോവുക, അതൊന്നും കൊഴിഞ്ഞു പോവാണ്ട് നല്ല കാമ്പുള്ള നാളികേരം, അതായത് നല്ല വെയിറ്റുള്ള നാളികേരം കിട്ടാൻ നമ്മൾ വീട്ടിലുള്ള ഓർഗാനിക് വളം തന്നെ ചേർത്താൽ മതി. വീട്ടിലെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ്, അങ്ങനെ തീരെ പൈസ ചിലവില്ലാണ്ട് നമ്മുടെ വീട്ടിലത്തെ വെജിറ്റബിൾ വേസ്റ്റും കിച്ചൺ വേസ്റ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു വളം തയ്യാറാക്കാം. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ മുന്നേ ഗംഗാബോർഡൻ തെങ്ങും തൈയെ 2 കൊല്ലം കൊണ്ട് കായ്ക്കണ ഒരു തെങ്ങും തൈൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിൽ കമൻസിൽ നല്ല അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് കണ്ടിട്ട് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പെട്ടെന്ന് നാളികേരം ഉണ്ടാവാൻ എങ്ങനെ തൈ നടാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് ചോദിച്ചിട്ട് എല്ലാവരും കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മറുപടിയും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഗംഗാബോർഡൻ തെങ്ങും തൈയാണ്. അത് നമ്മുടെ വീട്ടിലെ കോമ്പൗണ്ടിലെ തെങ്ങും തൈ അല്ലായിരുന്നു, നമ്മുടെ വേറെ പറമ്പിൽ നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ അതിന് പെട്ടെന്ന് ചെല്ലിയുടെ ശല്യം വന്നപ്പോൾ എനിക്കത് പെട്ടെന്ന് അറിഞ്ഞില്ല. അത് കാരണം ആ തെങ്ങും തൈയെ ചെല്ലി കുത്തി കേടായിപ്പോയി. അപ്പം വിചാരിച്ച പോലെ അങ്ങോട്ട് പെട്ടെന്ന് കാച്ചില്ല, പെട്ടെന്ന് ആ തെങ്ങും തൈ നാശമായിപ്പോയി. ഗംഗാബോർഡൻ തെങ്ങും തൈ, അതായത് പുതിയ ഇനം തെങ്ങും തൈകൾക്കൊക്കെ ഇതുപോലെ കൊമ്പൻ ചെല്ലി അതിൻ്റെയൊക്കെ ശല്യം പെട്ടെന്ന് വരും. അപ്പം നമ്മുടെ നാടൻ തെങ്ങും തൈ ആയാൽ ഒരു 4 കൊല്ലെങ്കിലും പിടിക്കും തെങ്ങും തൈ കായ്ക്കാനായിട്ട്. പക്ഷെ തെങ്ങും തൈന് മൊത്തത്തിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കുറേ കാലം തേങ്ങ നമുക്ക് ഈ തെങ്ങുമെന്ന് കിട്ടും. അതാണ് നാടൻ തെങ്ങും തൈൻ്റെ പ്രത്യേകത. തെങ്ങിൻ തൈന് വളടുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ തെങ്ങിന് നല്ലൊരു വലുപ്പത്തിൽ തടെടുക്കണം. ഈ തെങ്ങിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് തേക്കും തിരി എന്ന് വെച്ചാൽ ചാല് കോരിയിട്ടിട്ട് നനയ്ക്കണം ചെയ്യണം. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഈ തെങ്ങിൻ തൈന് വെള്ളം കിട്ടും. അപ്പോൾ വേനൽക്കാലം വർഷക്കാലം അങ്ങനെയല്ല, ഏത് സമയത്തും നമുക്കിതിന് വളം ചേർക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തടത്തിൽ വെള്ളം കെട്ടി നിർത്താറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വളം ചെയ്യുന്നതിനേക്കാൾ 1 മാസം മുന്നെങ്കിലും നമ്മൾ നമ്മുടെ കുമ്മായ ഉണ്ടല്ലോ, കുമ്മായ അല്ലെങ്കിൽ ഡോളാമേറ്റ്, ഏറ്റവും ബെസ്റ്റ് ഡോളമേറ്റാണ്. അത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിൻ തൈൻ്റെ pH ലെവല് ഓക്കെ ആവും, അസിഡിറ്റി കുറഞ്ഞ് പിന്നെ ചേർക്കണ വളങ്ങളൊക്കെ നമുക്ക് നല്ലോണം തെങ്ങിന് വലിച്ചെടുക്കാൻ പറ്റും. കുമ്മായ ഇടണതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വളം ചേർത്ത് കഴിഞ്ഞാൽ അത്ര നന്നാവില്ല. പക്ഷെ ഇത് ഇട്ട് 15 ദിവസമെങ്കിലും കഴിയണം, അപ്പോഴാണ് മണ്ണിൻ്റെ pH കറക്റ്റായിട്ട് ഈ ഒരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക. ഡോളമേറ്റ് അഞ്ചാലാണ് ഏറ്റവും ബെസ്റ്റ്. അതാകുമ്പോൾ അതിൽ മഗ്നീഷ്യം കൂടി അടങ്ങിയിട്ടുണ്ട്, മാഗ്നീഷ്യം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മഗ്നീഷ്യം ചെടിക്ക് നല്ലൊരു വളമാണ്. മണ്ണിൻ്റെ pH 6-7 ഇടയ്ക്ക് വേണം. അപ്പോൾ നമ്മുടെ തെങ്ങിൻ തൈന് വളം വലിച്ചെടുക്കാൻ പറ്റും. വേനൽക്കാലത്തും വർഷക്കാലത്തും വെള്ളം ഒരുപോലെ കിട്ടണ കാരണം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുമ്മായ ഇടാമെന്ന് പറഞ്ഞല്ലോ. സാധാരണ മഴക്കാലത്ത് വേണം കുമ്മായ ഇടാനായിട്ട്. വളം ചെയ്യണേക്കാൾ 15 ദിവസം മുന്നേ കുമ്മായ ഇടണം. നമുക്ക് 10 പൈസ ചിലവില്ലാണ്ട് നമ്മുടെ കിച്ചണിൽ തന്നെ നമുക്ക് ഓർഗാനിക്കായിട്ട് നല്ലൊരു വളം തയ്യാറാക്കാം. അതിലെല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. അത് പൊട്ടാസ്യം ഉണ്ട്, മച്ചിങ്ങ കൊഴിഞ്ഞു പോകാണ്ടിരിക്കാനുള്ള വളമുണ്ട്, അതുപോലെ എല്ലാത്തിനുള്ള വളമുണ്ട്. അപ്പോൾ നമ്മളിത് കഞ്ഞീര വെള്ളത്തിൽ ഞാൻ കപ്പലണ്ടി പിണ്ണാക്ക് ചേർത്ത് കുതിർത്ത് വെക്കാറുണ്ട്. കപ്പലണ്ടി പിണ്ണാക്കുണ്ടല്ലോ, ഇത് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കപ്പലണ്ടി പിണ്ണാക്ക് കുതിർത്ത് 2 ദിവസം പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് തെങ്ങിൻ്റെ കടയ്ക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്ന് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കിച്ചൺ വേസ്റ്റ് എല്ലാതും ചേർത്ത് വെച്ച മിക്സിനത് ഇത് കപ്പലണ്ടി പിണ്ണാക്ക് ഇട്ട് ഒരു 3-4 ദിവസം ഞാൻ അത് പുളിപ്പിച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. 2 ദിവസം പുളിപ്പിച്ചാൽ മതി. അതിന് ശേഷം നമുക്കിതൊന്ന് ഇത് നമുക്ക് ഡൈലൂട്ട് ചെയ്ത് നമ്മുടെ തെങ്ങിൻ്റെ കടയ്ക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൊലയിൽ മച്ചിങ്ങൊന്നും കൊഴിയാണ്ട് നല്ല മച്ചിങ്ങ കായായിട്ട് പിടിക്കും, നല്ല വെയിറ്റുള്ള നാളികേരം കിട്ടും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വെളുത്തുള്ളിയുടെ തൊണ്ട്, സവാളത്തൊലി എല്ലാതും ഉണ്ട്. അപ്പോൾ നല്ലോണം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കീടാണുശല്യവും കുറയും വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഉള്ള കാരണം. ഇതിങ്ങനെ നമ്മുടെ കടയ്ക്ക് അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. കഞ്ഞീര വെള്ളം എന്ന് പറഞ്ഞാൽ നല്ലൊരു വളമാണ് തെങ്ങിൻ തൈന്. നല്ലോണം തണവ് കിട്ടും. അതിനനുസരിച്ച് നമ്മുടെ നാളികേരം നിറഞ്ഞുണ്ടാവും ചെയ്യും. തേങ്ങ നിറച്ചുണ്ടാവുന്നതാണ് ഈ കഞ്ഞീര വെള്ളം. അപ്പോൾ അതിൻ്റെ കൂടെ വെജിറ്റബിൾ വേസ്റ്റും കൂടി ചെന്ന് കഴിഞ്ഞാൽ നല്ലോണം നാളികേരം കിട്ടും.
തെങ്ങിൻ തൈയുടെ വേരുകൾ നല്ല ശക്തി വരാനും, അതുപോലെ വെള്ളക്ക മച്ചിങ്ങ എന്നൊക്കെ പറയും, തൃശ്ശൂർ ഏരിയയിലൊക്കെ മച്ചിങ്ങ എന്നാ പറയാം, മച്ചിങ്ങ കൊഴിഞ്ഞു പോകാതിരിക്കാനും തേങ്ങയുടെ വലുപ്പം എണ്ണൊക്കെ കൂടാനൊക്കെ ഇത് നല്ലതാണ്. പിന്നെ നിറച്ച് പുതിയ പൂക്കലുണ്ടാവും ചെയ്യും. മണ്ണിൽ നല്ലോണം മൈക്രോ ന്യൂട്രിയൻസ് കൂടാനും ഇത് നല്ലതാണ്. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ അപ്പം തന്നെ കാണിച്ചതിന് ഉമ്മായിട്ട് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഓരോ വളങ്ങളായിട്ട് ചേർക്കാനായിട്ട്. ചാണപ്പൊടി ഉണങ്ങിയതാണ്. അപ്പോൾ പച്ച ചാണകത്തിനേക്കാളും നല്ലത് ഉണങ്ങിയ ചാണപ്പൊടിയാണ്. അപ്പം നാടൻ തെങ്ങാവുമ്പോൾ ഒരു കംപ്ലൈൻറ്റ് വരില്ല. നമ്മുടെ ചല്ലീര ആക്രമണമൊക്കെ കുറവാണ്. അപ്പോൾ ഉണക്ക ചാണപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പച്ച ചാണകത്തിനേക്കാളും നല്ലതാണ്. നല്ലോണം നൈട്രജൻ കണ്ടന്റ് അടങ്ങിയുള്ളതാണ്. അപ്പം നല്ല കരുത്തിൽ നമ്മുടെ തെങ്ങിൻ തൈ ഉണ്ടാവും. ഇത് നമ്മുടെ ചാരമൊക്കെ ഉണ്ടല്ലോ, വെണ്ണീർ എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ അടുപ്പിൽ കത്തിക്കുന്ന ചാരം, അത് നല്ലോണം പൊട്ടാഷ് കണ്ടന്റ് ഉള്ളതാണ്. അപ്പം നമ്മുടെ പൂക്കൊലകൾ നിറച്ചുണ്ടാവും. മുന്തിരിക്കൊല പോലെ നാളികേരം ഉണ്ടാവാനും ഈ വെണ്ണീർ ചേർക്കുന്നത് നല്ലതാണ്. നന വേണട്ടാ. വർഷക്കാലത്താണ് നമ്മൾ സാധാരണ നിലയ്ക്ക് ചാരടാറ്. ഇതിപ്പോൾ വേനൽക്കാലത്തും ദിവസം നനയ്ക്കണ കാരണം തെങ്ങിൻ്റെ തടം കെട്ടി വെള്ളം നിർത്തണ കാരണം വെണ്ണീർ എപ്പിട്ടാലും കുഴപ്പമില്ല. വളം ചേർക്കുമ്പോൾ നമ്മൾ തടം എടുത്തുണ്ടല്ലോ, തടം എടുത്തതിൻ്റെ കുറച്ച് നീങ്ങിയിട്ട് വേണം ചേർക്കാനായിട്ട്. തെങ്ങിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും കല്ലുപ്പ് ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ എല്ലുപൊടി, അതുപോലെ വെർമി കമ്പോസ്റ്റ്, അതൊക്കെ 20-25 കിലോ വീതം ചേർക്കണം. അത് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. വെർമി കമ്പോസ്റ്റൊക്കെ അതൊക്കെ ചെടിക്ക് നല്ല കരുത്തും കിട്ടും. നമ്മൾ ഈ രാസവളം ചേർക്കാണ്ട് ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ കാലത്തും നാളികേരം ഉണ്ടാവും. നമ്മൾ ഇംഗ്ലീഷ് വളം ചേർത്ത് കഴിഞ്ഞാൽ നല്ല കരുത്തിൽ അങ്ങോട്ട് വരും, ആ ഒരു സമയത്ത് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ആ തെങ്ങിൻ്റെ പ്രൊഡക്ഷൻ അങ്ങോട്ട് മൊത്തത്തിൽ കുറയും. പിന്നെ എന്ത് വളം ചേർത്താലും ഉണ്ടാവില്ല. പിന്നെ മീനിൻ്റെ വളം ഉണ്ടല്ലോ, കുഞ്ഞു മീനുകൾ, കുഞ്ഞു ചാളകൾ, അതൊക്കെ കിട്ടും മാർക്കറ്റിൽ നിന്ന്. അതൊക്കെ ഇട്ട് അപ്പം തന്നെ മൂടിയാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര പൊട്ട മണം നിൽക്കും. തെങ്ങിൻ്റെ തടം കോരി അപ്പം തന്നെ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാലും നല്ലോണം നാളികേരം ഉണ്ടാവും. അപ്പം നാടൻ തെങ്ങിൻ തൈയാണ് എന്തുകൊണ്ടും നമുക്ക് നട്ടുപിടിക്കാൻ ഏറ്റവും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗംഗാമ്പണ്ടം തെങ്ങിൻ തൈ പെട്ടെന്ന് ചെല്ലികളൊക്കെ വന്ന് കേടുവരും. അപ്പം നാടൻ തെങ്ങിൻ തൈ ആകുമ്പോൾ എല്ലാ കാലത്തും നമുക്ക് നിറച്ച് നാളികേരം ഉണ്ടാവും.